എല്ലാവർക്കും നമസ്കാരം. സാഫിർജാൻ EXന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് പ്രാക്ടീസ് വർക്ക് ബുക്കിലെ വർക്ക് എക്സ്പീരിയൻസ് ഫോർ ITS ഡിസ്ട്രിബ്യൂഷൻ എന്ന് തുടങ്ങുന്ന ഈ ഒരു വർക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വർക്കിൽ നമുക്ക് പൊതുവെ ഉൾപ്പെട്ടിട്ടുള്ളത് റിജക്ഷൻ ഇന്ന് അല്ലെങ്കിൽ റിജക്ഷൻ ഔട്ട്, പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ, ഗോ ഡൗൺ ട്രാൻസ്ഫർ, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അതുപോലെ കോസ്റ്റ് കാറ്റഗറി ആൻഡ് കോസ്റ്റ് സെൻറ്റർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മെയിൻ അസൈൻമെൻ്റ് ആണിത്. ഒരു വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് കൂടുതൽ നമുക്ക് എക്സ്പേർട്ട് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അസൈൻമെൻ്റ് ആണ് നമുക്ക് ഈ ഒരു വർക്ക് ബുക്കിലുള്ളത്. അപ്പം നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. ഒരുപക്ഷെ നമുക്ക് 2-3 പാർട്ടുകളായിട്ട് തന്നെ നമുക്കൊരു ഭാഗം അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ വീഡിയോ ലെങ്ത് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പലർക്കും അത് കാണാൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ടാണ്, അതായത് ഓരോ ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ITS ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു വർക്ക് നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ വർക്ക് ബുക്ക് ഇനി ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. ബുക്കിനെ കുറിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് ബുക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓർക്കുക, ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾ ബുക്കിനുള്ള ഓർഡറിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അതും വാട്സപ്പിലോട്ട് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നിട്ടുള്ളത് ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ അതിനുശേഷം ഫെഡറൽ ബാങ്ക് ലോണ് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യേണ്ടത് ലെഡ്ജർ ക്രിയേഷൻ ആയിട്ടാണ്. അതായത് അക്കൗണ്ട് ഇൻഫോയിൽ ലെഡ്ജറിൽ നമ്മൾ ക്രിയേഷൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഡെന ബാങ്ക് ലോണ്, അതുപോലെ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പായബിള്, ക്യാഷ് ഇൻ ഹാൻഡ്, സിൻഡിക്കേറ്റ് ബാങ്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, സാഗർ ഡിസ്ട്രിബ്യൂഷൻ, സെഞ്ചുറി, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് നമുക്ക് ഡിഫറൻസ് ആയിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ഇത്രയാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ കറക്റ്റായിട്ട് ബുക്ക് കയ്യിലുള്ളവർ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ എടുക്കുക. ഈ ഒരു പേജ് നിങ്ങൾ എടുക്കുക. ITS ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു പേജ് നിങ്ങൾ എടുത്ത ശേഷം ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അക്കൗണ്ട്സ് ഇൻഫോയിൽ, ഗേറ്റ് ഓഫ് ടാലിയിൽ നമ്മൾ അക്കൗണ്ട്സ് ഇൻഫോയിൽ ലെഡ്ജറിൽ വന്നിട്ടില്ല, ലെഡ്ജേഴ്സിൽ വന്നിട്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ലെഡ്ജേഴ്സിൽ വരിക, ക്രിയേറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ക്യാപിറ്റൽ. നമുക്ക് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കൊടുത്തു. തീർച്ചയായിട്ടും നമ്മൾ അണ്ടർ കൊടുക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ്. നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ട് നമുക്ക് എമൗണ്ട് കൊടുക്കുക. 3 lakhs ആണ് തന്നിട്ടുള്ളത്. 3 ലക്ഷം നമ്മൾ കൊടുക്കുന്നു. നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഞാൻ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഫെഡറൽ ബാങ്ക് ലോൺ എന്നാണ് തന്നിട്ടുള്ളത്. ഫെഡറൽ ബാങ്ക് അല്ലേ, ഫെഡറൽ ബാങ്ക് ഇതൊരു OD അക്കൗണ്ട് ആണ്. ബ്രാക്കറ്റിൽ നമുക്ക് OD എന്ന് തിരിച്ചറിയാൻ വേണ്ടി, ഓവർ ഡ്രാഫ്റ്റ് ആണ് തിരിച്ചറിയാൻ വേണ്ടി OD എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ ഞാൻ കൊടുത്തു. അണ്ടർ നമുക്ക് കൊടുക്കേണ്ടത് ബാങ്ക് OD അക്കൗണ്ട് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ബാങ്ക് OD അക്കൗണ്ട്. ബാങ്ക് OD അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം എമൗണ്ട് കൊടുക്കുന്നു. 1,50,000 എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? എമൗണ്ട് കൊടുത്തു. നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത ശേഷം നേരെ സേവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ളത് ഡെന ബാങ്ക് ലോൺ ആണ്. ഡെന ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ബ്രാക്കറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് ലോൺ ആണ് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ലോൺ അക്കൗണ്ട് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അണ്ടർ ലോൺസ് ലൈബിലിറ്റിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ലോൺസ് ലൈബിലിറ്റി നമ്മൾ സെലക്ട് ചെയ്യുന്നു. നേരെ എൻ്റർ ചെയ്യുന്നു.
എമൗണ്ട് നമുക്ക് തന്നിട്ടുള്ള എത്രയാണ്, 1,00,000 ഓക്കെ. അപ്പോൾ നമ്മൾ 1 ലാക്ക് കൊടുക്കുന്നു, നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് തന്നിട്ടുള്ളത് ഒരു രണ്ട് സൺട്രി ക്രെഡിറ്റേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് തന്നിട്ടുള്ളത് അല്ലേ. നമുക്ക് വർക്കിൽ തന്നിട്ടുള്ളത് പ്ലാസ റിയാലിറ്റീസ്, അതേപോലെ തന്നെ ഹൈഫ്ലെക്സ് LTD. അപ്പോൾ ഇതിനെ രണ്ടിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്താണ് പ്ലാസ. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുക്കുകയാണ്, പ്ലാസിനെ കൊടുക്കുകയാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്, സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബില്ല് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ആക്റ്റീവ് ആക്കി കൊടുക്കണം. ഓക്കെ, ഇത് ആക്റ്റീവ് ആക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ബില്ല്, അതായത് OB ബാലൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ എൻ്റർ ചെയ്യാം. നമ്മൾ എമൗണ്ട് കൊടുക്കുന്നു 27,500. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കൊടുക്കണം അല്ലേ, OB കൊടുക്കണം. നെയിം എന്നുള്ളിടത്ത് OB കൊടുക്കുക, നേരെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം നേരെ സേവ് ചെയ്യുന്നു. അടുത്താണ് നമുക്ക് തന്നിട്ടുള്ള ഹൈഫ്ലെക്സ് കമ്പനി ഞാൻ കൊടുക്കുന്നു. ഹൈഫ്ലെക്സ് കമ്പനി നമ്മുടെ ആരാണ്, സൺട്രി ക്രെഡിറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത ശേഷം നമുക്ക് എത്രയാണോ എമൗണ്ട് തന്നിട്ടുള്ള നോക്കുക, 36,000. നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ OB ഇട്ട് കൊടുക്കുക, നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബിൽസ് പേയബിൾ ആണ്. ഓക്കെ, അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്ത ശേഷം, അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ല, ബിൽസ് പേയബിൾ അണ്ടർ കറണ്ട് ലൈബിലിറ്റി ആണ്. അപ്പോൾ തെറ്റിയത് ക്ഷമിക്കണം, ഞാൻ എന്ത് ചെയ്യണം, കറണ്ട് ലൈബിലിറ്റി ആയിട്ട് കൊടുക്കുകയാണ് ബിൽസ് പേയബിൾ കൊടുക്കുമ്പോൾ എമൗണ്ട് കൊടുക്കേണ്ടത് 17,890 ആണ്. നേരെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ടോട്ടലായിട്ട് ഡിഫറൻസ് കിട്ടി, ടോട്ടൽ ക്രെഡിറ്റ് സൈഡ്, അതായത് ലൈബിലിറ്റി സൈഡ് നമുക്ക് ഡിഫറൻസ് കിട്ടുന്നുണ്ട് 6,31,390. അതിനല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ള, നമുക്ക് തന്നിട്ടുള്ള വർക്കിൽ നോക്കുക അല്ലേ, ഈ ഭാഗത്ത് ഈ സൈഡ് നമുക്ക് ഈക്വൽ ആയിട്ട് 631,390. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ അസറ്റിൻ്റെ സൈഡിൽ നമുക്ക് ഇതേ സംഖ്യ കിട്ടണം. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ഇവിടെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നോക്കാം നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത സൈഡിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നിട്ടുള്ളത് ക്യാഷ് ആൻഡ് ഹാൻഡ് ആണ്. ക്യാഷ് ആൻഡ് ഹാൻഡ് നമ്മൾ കൊടുക്കേണ്ടത് പേജപ്പ് അടിച്ചിട്ടാണ്. പേജപ്പ് അടിക്കുമ്പോൾ ചിലപ്പോൾ ക്വിറ്റ് എന്ന കാര്യം ചോദിക്കും. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്ത് കൊടുക്കും, ഒറ്റ എസ്കേപ്പ് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യുന്നു, പേജപ്പ് ബട്ടൺ അടിക്കുന്നു. അപ്പോഴൊക്കെ നേരെ എൻ്റർ ചെയ്ത് പോരുക. അവിടെ നമ്മൾ ക്യാഷ് എത്തുന്ന സമയത്ത് നേരെ എന്ത് ചെയ്യുന്നു, ക്യാഷ് നേരെ എൻ്റർ ചെയ്യുമ്പോൾ അണ്ടർ ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. നേരെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് എമൗണ്ട് കൊടുക്കാം 45,500. അപ്പോൾ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് കൊടുത്തു. ക്യാഷ് ഇൻ ഹാൻഡ് ഇനി ഈ ഡെബിറ്റ് സൈഡ് കൊടുക്കും തോറും നമുക്കിവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കും, ഡിഫറൻസ് കുറഞ്ഞു വരും. നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തായിട്ട് കൊടുക്കുകയാണ് സിൻഡിക്കേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ അണ്ടർ എന്താണ്, ബാങ്ക് അക്കൗണ്ട് ആണ്. സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ അണ്ടർ ബാങ്ക് അക്കൗണ്ട് കൊടുത്ത ശേഷം നേരെ എൻ്റർ ചെയ്യുന്നു. 9,500 ആണ് നമ്മുടെ എമൗണ്ട്. നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് സൺട്രി ഡെപ്റ്റേഴ്സിന് ക്രിയേറ്റ് ചെയ്യാനാണ് അടുത്തായിട്ട്, അതായത് സാഗർ ഡിസ്ട്രിബ്യൂഷനും സെഞ്ചുറി. അപ്പോൾ ഇവരെ നമ്മൾ സൺട്രി ഡെപ്റ്റർ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് സാഗറാണ്, സാഗർ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുക്കുക. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ ആക്റ്റീവ് ആണെന്ന് നോക്കുക, അല്ലെങ്കിൽ മാത്രം ആക്റ്റീവ് ആക്കി കൊടുക്കുക. 45,000 ആണ് അവരുടെ എമൗണ്ട്. നേരെ എൻ്റർ ചെയ്യുന്നു. ഇവിടെ OB കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്യാം, സേവ് ചെയ്യാം. അടുത്ത സെഞ്ചുറിയാണ്. സെഞ്ചുറി സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് നമ്മൾ കൊടുക്കുന്നു. നേരെ എമൗണ്ട് കൊടുക്കാം 16,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എമൗണ്ട് കൊടുക്കുന്നു. നേരെ എൻ്റർ ചെയ്യാം, OB. അടുത്ത് ഫർണിച്ചറാണ് അടുത്തായിട്ട് കൊടുക്കേണ്ടത് അസറ്റ്. ഓക്കെ, ഫർണിച്ചർ നമ്മൾ കൊടുക്കുന്നു അണ്ടർ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് നമ്മൾ കൊടുത്തിട്ട് എമൗണ്ട് കൊടുക്കാം 1,25,000. നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് അടുത്തത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അണ്ടർ ഫിക്സഡ് അസറ്റ് 3,00,000 എമൗണ്ട്. 3,00,000 കൊടുക്കുന്നു. നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്യുക. അടുത്ത മെഷീനറിയാണ്. അണ്ടർ ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് നമ്മൾ കൊടുത്ത ശേഷം 74,000 നമ്മൾ എമൗണ്ട് കൊടുക്കുന്നു. എമൗണ്ട് കൊടുത്ത ശേഷം നേരെ സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് 16,390 ഇവിടെ എമൗണ്ട് വന്ന് കിടക്കുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോസ് സ്റ്റോക്കിൻ്റെ എമൗണ്ട്. നമുക്ക് തന്നിട്ടുള്ള ക്ലോസ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് 16,390. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തത് കറക്റ്റ് ആണ് നമുക്ക് പറയാം. കാരണം ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റോക്ക് ക്രിയേഷൻ ആണ്. ഈ സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് ആണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റോക്ക് ക്രിയേഷൻ ചെയ്യുന്നതോടുകൂടി, അതായത് ഈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി ഈ സ്റ്റോക്ക് നമുക്ക് എന്താവും, ഇവിടുന്ന് 0 ആയിട്ട് പോകും. അതായത് നമുക്ക് ഇവിടുന്ന് ഇതിപ്പോൾ ഡിഫറൻസ് ആയിട്ടാണ് നമുക്ക് കിടക്കുന്നത് അല്ലേ, നമുക്കിവിടെ ഡിഫറൻസ് ആയിട്ടാണ് നമുക്കിവിടെ കിടക്കുന്നത്. ഈ ഡിഫറൻസ് ആയിട്ട് കിടക്കുന്ന സ്റ്റോക്ക് നമ്മളെ കയ്യിൽ നിന്ന് എന്താവും, ഇവിടെ 0 ഇവിടുന്ന് പോകും. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ഒരേ എമൗണ്ട് ആയിരിക്കും വരിക. അതായത് നമുക്ക് ഡെബിറ്റിനും ക്രെഡിറ്റിൻ്റെ എമൗണ്ടിന് ഏത് എമൗണ്ടിക്കാരും വരിക, ഈ താഴെ കാണുന്ന സംഖ്യ ആയിരിക്കും വരിക. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് ആയിട്ട് നമുക്കിനി പറയാനുള്ളത് ഐറ്റം ക്രിയേഷൻ ആണ്. ഈ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡിഫറൻസ് പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക് ക്രിയേഷൻ പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആരും മിസ് ചെയ്യരുത്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത വീഡിയോക്ക് പോകാനും പാടുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ പരമാവധി ശ്രമിക്കുക, നിങ്ങൾ പ്ലേലിസ്റ്റിലൂടെ കയറിയിട്ട് വേണം കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കാണാം. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ് തീരുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.